നിങ്ങളുടെ വീട്ടിൽ ഈ കാണുന്ന രീതിയിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോവുക, അടിനൂല് കട്ട് പിടിക്കുക, നൂല് ലൂപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ കാണുന്ന നീഡിൽ പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കണം. അതിൽ 2 സ്ക്രൂസ് ആണ് വരുന്നത്. 2 സ്ക്രൂസ് അഴിച്ചെടുക്കുക. പ്ലേറ്റ് അഴിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ കാണുന്ന പോർഷനിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് ആണ്. ഈ പോർഷൻ ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് മെഷീനിൽ നല്ല രീതിയിൽ തന്നെ ഡാമേജ് സംഭവിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം. ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സ്റ്റിച്ചിങ് മെഷീനിൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. മെഷീൻ ക്ലിയർ ആവും. സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ കാണുന്ന രീതിയിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോവുക, അടിനൂല് കട്ട് പിടിക്കുക, നൂല് ലൂപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ കാണുന്ന നീഡിൽ പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കണം. അതിൽ 2 സ്ക്രൂസ് ആണ് വരുന്നത്. 2 സ്ക്രൂസ് അഴിച്ചെടുക്കുക. പ്ലേറ്റ് അഴിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ കാണുന്ന പോർഷനിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് ആണ്. ഈ പോർഷൻ ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് മെഷീനിൽ നല്ല രീതിയിൽ തന്നെ ഡാമേജ് സംഭവിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം. ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സ്റ്റിച്ചിങ് മെഷീനിൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. മെഷീൻ ക്ലിയർ ആവും. സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.